ചാൾസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ലൈസൻസ് ഉള്ളവർ എൽബോർഡ് പ്രദർശിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം അധികാരികളോടായിരുന്നു. പ്രേക്ഷകർ കാണാൻ ഉദ്ദേശിച്ചും കൂടിയാണ് ചെയ്യുന്നത്. നല്ല പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതെ ഒരു വാഹനം പെട്ടെന്ന് വലത്തോട്ട് തിരിച്ചതുകൊണ്ടുണ്ടായ ഒരു അപകട രംഗമാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മാസമായിരിക്കണം. നഞ്ചങ്കോടിനും ഗുണ്ടൽപേട്ടിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ ഒരു 10 മാസം മുമ്പ് സംഭവിച്ച ഒരു അപകടമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വാഹനം, നിങ്ങൾ ആ ബോണറ്റ് ചളുങ്ങി കിടക്കുന്നതായിട്ട് കാണുന്ന വാഹനം കേരള രജിസ്ട്രേഷനാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് കാർ ഓടിച്ച് പോവുകയായിരുന്നു. യാദൃശ്യമായിട്ടൊരു ജനക്കൂട്ടം കണ്ടുകൊണ്ട് ഞാനവിടെ ഇറങ്ങുമ്പോൾ ഈ വാഹനം അടുത്ത റോഡ് വിട്ട് അടുത്ത കാലി സ്ഥലത്തേക്ക് കയറി കിടക്കുകയാണ്. ഒരു ബൈക്ക് അവിടെ മറിഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും കേരള രജിസ്ട്രേഷൻ ഒരു വണ്ടി കൂടെ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങി ചെന്നു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ വാഹനം മൈസൂർ ഭാഗത്ത് നിന്ന് വരികയായിരുന്നു. അവിടെ ഏതൊരു ഫാം ഹൗസോ മറ്റോ ഉണ്ട്, അങ്ങോട്ട് ഇവർക്ക് തിരിഞ്ഞു കയറേണ്ട വാഹനമായിരുന്നിരിക്കണം. ഏതായാലും പെട്ടെന്ന് ഇത് വലത്തോട്ട് തിരിച്ചപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണാൻ പോകുന്ന ഒരു ബുള്ളറ്റ് വരുന്നു. ഇതിൻ്റെ കൃത്യമായിട്ട് ആ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് വന്നിടിക്കുന്നു. കാരണം ഹൈവേ റോഡാണ്, ഇനി മെയിൻ റോഡായാലും ശരി, ഒരു വണ്ടി ഏകദേശം സാമാന്യ ഒരു സ്പീഡിൽ തന്നെ ആയിരിക്കും വരിക. ആ വാഹനം യാതൊരു മുന്നറിയിപ്പുമില്ല. തൊട്ട് മുന്നിൽ പോകുന്ന വാഹനം ക്രോസ് ചെയ്ത് ഇടത് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് റോഡിൻ്റെ വലതുഭാഗത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അപകടമാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ മുൻപിൽ വന്ന വാഹനം യാതൊരു സിഗ്നലുമില്ല, പെട്ടെന്ന് വലത്തോട്ട് തിരിച്ചതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. ഈ ബൈക്കിൽ 2 പേരുണ്ടായിരുന്നു. അതിലൊരാളാണ് ഇപ്പോൾ ഈ വഴിയിൽ കിടക്കുന്നത്. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പിന്നിലാണ് ഇരുന്നത്. ആ അപകടത്തിൽ ആ കുട്ടി മുകളിലേക്ക് തെറിച്ച് പോയിട്ട് റോഡിൽ വീണു. അതീവ ഗുരുതര പരിക്കുണ്ട്. ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ വാഹനങ്ങൾ ലഭിച്ചില്ല. ഞാൻ ഉടനെ ഓടിച്ചെന്നു. ആ പയ്യന് 25 വയസ്സ് ഞാൻ ഊഹിച്ചെടുക്കുന്നു. ഞാൻ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. പക്ഷേ കന്നഡ അറിയാം. കന്നഡയും ഹിന്ദിയും എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ 2 ഭാഷയിലും അദ്ദേഹത്തോട് സംസാരിച്ച്. പാവം കൊച്ചു പയ്യൻ. എൻ്റെ മകൻ, ഇടയ്ക്ക് എൻ്റെ കാര്യങ്ങൾ പറയല്ല, എൻ്റെ മകൻ അന്ന് രാവിലെ അവൻ്റെ അമ്മയുടെ അനിയത്തിമാരായ 2 പേരുടെ മക്കളുമായിട്ട് അവരുടെ ബൈക്കിൽ കുശാൽ നഗറിൽ നിന്ന് കർണാടകത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വാഹനത്തിൻ്റെ അപകടങ്ങൾ ഈ റൂട്ടിലല്ല അവർ പോകേണ്ടതെങ്കിൽ പോലും ഞാൻ ഒന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ബൈക്ക് കിടക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഓക്കെ, എന്തായാലും അപ്പോൾ അവരവിടെ സുഖമായിട്ട് എത്തി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ്, ഞാൻ ഈ അപകട സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്നെ അവർ വിളിച്ചു, ഞങ്ങൾ വിരാജ്പേട്ടിൽ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആ ടെൻഷൻ ഒഴിവായി. എങ്കിലും ഞാൻ ഈ കൊച്ചു പയ്യൻ കിടക്കുന്നത് കണ്ടപ്പം വളരെ വിഷമം തോന്നി. അടുത്ത് ചെന്ന് ഞാൻ നാട്ടുകാരോടെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയ വാഹനത്തിലാണ് പെൺകുട്ടിയെ അയച്ചത്. അപ്പം ഞാൻ ഇവിടുന്ന് ഫോൺ ചെയ്ത ആളിനോട് ഫോൺ വാങ്ങി സംസാരിച്ചപ്പം അവിടെ നെഞ്ചങ്കോടിനടുത്തുള്ള ഏതോ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ്. ഞാൻ കാര്യം പറഞ്ഞ് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ ഉടനെ എത്താമെന്ന് അവർ പറഞ്ഞു. അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിലെ വന്ന ഒരു കാർ തടഞ്ഞു നിർത്തി ഈ കുട്ടിയെ, ഈ 25 വയസ്സുകാരനെ, ഇനിയിപ്പോൾ 30 ആയിക്കോട്ടെ, ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുട്ടിയാണ്, ആ കൊച്ചു പയ്യനെ ഇവർ എടുത്ത് കാറിൽ കയറ്റാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കരുത്, 10 മിനിറ്റ് കൂടെ നിന്ന് കഴിഞ്ഞാൽ ആംബുലൻസ് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വളരെ നിർബന്ധപൂർവ്വം, ഒരുപാട് പരിക്ക് പറ്റി കിടക്കുകയാണ്, എടുത്തപ്പോൾ അലറിക്കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പാടില്ല. എങ്കിലും അവർ ആ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ആ കുട്ടിയെ എടുത്ത് കിടത്തി. അവിടെ കാലകത്തേക്ക് പോകുന്നില്ല, ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇതിനെ ഇനി തിരിച്ചെടുക്കുമ്പോൾ ഇതിൽ കൂടി അപകടം സംഭവിക്കും. പിന്നെ ഞാനും കൂടെ കൂടി ഒരു വിധത്തിൽ ആ കുട്ടിയെ എടുത്ത് റോഡിൻ്റെ സൈഡിൽ വീണ്ടും കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വാഹനവും ഒരു ആംബുലൻസും വന്നു. ആ കുട്ടിയുടെ ആ ബുള്ളറ്റിലിരുന്ന ലഗേജുകളും അതിൻ്റെ ഉണ്ടായിരുന്ന എന്തൊക്കെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ, ലാപ്ടോപ്പൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ച് മനസ്സിലാക്കി, ലാപ്ടോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എടുത്ത് ഞാൻ പോലീസുകാരെ ഏൽപ്പിച്ച് വണ്ടിയുടെ ചാവിയും ഊരി, ബുള്ളറ്റിൻ്റെ ചാവിയും ഊരി പോലീസുകാരുടെ കൊടുത്തിട്ട് ആംബുലൻസ് നീങ്ങിയതിന് ശേഷമാണ് ഞാൻ അന്ന് യാത്ര പുറപ്പെട്ടത്. ഞാൻ ഇത്ര വിശദീകരിച്ചത് പറയുന്ന കാരണം ഇത്ര സമയം ആൾക്കാരിത് കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു വില എന്താണ്? നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്, എവിടെയാണ് പോകുന്നത് ചിലപ്പോൾ സ്ഥലം പറയും, ഓഫീസിലേക്കാണ് ഓഫീസ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പറയുന്ന മാതിരി തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഞാൻ ഇടത്തേക്ക് തിരിയുന്നു, നമുക്ക് വഴിയിൽ ഇറങ്ങിയെന്ന് പറയാനൊക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇൻഡിക്കേറ്റർ പ്രദർശിപ്പിച്ച് അതിൽ നിന്ന് പിന്നിലാണേലും മുന്നിലാണേലും വരുന്ന വാഹനത്തിന് നമ്മളൊരു സന്ദേശവും കൈമാറേണ്ട അത്യാവശ്യമാണ്.
പക്ഷേ കേരളത്തിൽ ഇന്ന് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഓഫാക്കാത്തവരെയാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് ഇത് എപ്പോൾ ഇട്ടതാണെന്ന് അറിയത്തില്ല. അത് ഇൻഡിക്കേറ്റർ ഇട്ടവരെ ഓവർടേക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അറിയത്തില്ല. അത് അബദ്ധം പറ്റിപ്പോവും. ഇവരിത് ആവശ്യത്തിന് ഇട്ടതാണോ അതോ ഇന്നലെ ഇട്ട് വെച്ചത് ഓഫാക്കാത്തതാണോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നൊരു ശീലമാക്കി മാറ്റുക. അടുത്ത എപ്പിസോഡുകളിൽ 1-2 എണ്ണം കൂടി നമ്മൾ ഈ ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. എല്ലാവർക്കും നമസ്കാരം. ഈ മുൻ വീഡിയോകൾ കാണുന്നതിന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണുക, ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക.